പ്രിയ സ്നേഹിതരെ, ജന്മനാലെ പല തരത്തിലുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ കഴിയുന്നവർ ചിട്ടയായ പരിശീലനത്തിലൂടെയും അഭ്യസനത്തിലൂടെയൊക്കെയും ആ ലഭിച്ചിരിക്കുന്ന കഴിവുകളെ വളർത്തിയെടുക്കുവാനും പരിപോഷിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചിലർക്ക് ലഭിച്ച കഴിവുകളെ കണ്ടെത്തുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെല്ലാമാണ് കഴിവുകൾ ലഭിച്ചത്, കണ്ടെത്താൻ കഴിഞ്ഞത്? ആരെല്ലാമാണ് പറയുന്നത്, എനിക്ക് ഒരു കഴിവും ലഭിച്ചിട്ടില്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നവരുണ്ടോ? ഞാൻ പറയട്ടെ, എല്ലാവർക്കും ദൈവം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ എല്ലാ വ്യക്തികൾക്കും ഏതെങ്കിലും ഒന്ന് രണ്ട് കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലഭിച്ചത് കണ്ടെത്തിയവർ അതിനെ പരിപോഷിപ്പിക്കുക. ഇനി ലഭിച്ചത് കണ്ടെത്താൻ കഴിയാത്തവർ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും സമൂഹത്തിനും ഉപകാരപ്രദമോ നന്മയോ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന കഴിവ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അത് തുടർന്നും ചെയ്യുക. ആ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. നമുക്ക് ലഭിച്ചിരുന്ന കഴിവുകൾ നമ്മുടെ സഹജീവികൾക്ക്, നമ്മുടെ ചുറ്റുപാടിന്, നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. വളരെ ഇമ്പമായി നല്ല ശബ്ദ മാധുര്യമയോടുകൂടി രാഗവും താളവും ഒക്കെ ഉപയോഗിച്ച് പാടാൻ കഴിയുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ വളരെ നാളുകൾ വളരെ ചിട്ടയോടുകൂടി വളരെ കഠിനാധ്വാനം ചെയ്താണ് ആ കഴിവുകളെ വളർത്തിയെടുത്തത്. അങ്ങനെ പാടുന്നവരുടെ പാട്ട് കേൾക്കാൻ നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അല്പസമയം ആ പാട്ട് കേൾക്കാൻ നമ്മൾ ശ്രമിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? അത് കേൾക്കുമ്പോൾ ഒരു ഉന്മേഷം, ഒരു സന്തോഷം, ഒരു മനസ്സിനൊരു കുളിർമ, ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ മാനിക്കുകയും പല വിധത്തിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കഴിവുകൾ ഇല്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഒരു നല്ല പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നിങ്ങളുടെ കഴിവ് എന്ന് മനസ്സിലാക്കി അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും മാന്യത ഉണ്ടാകും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ നേരം വെളുപ്പിക്കുക, വായിക്കുക, എന്തെങ്കിലും കഴിക്കുക, കുടിക്കുക, ജോലി ചെയ്യുക, ഉറങ്ങുക, ഇതല്ല. ഇതിനെ കൂടാതെ മറ്റു പലതും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും. ചില ധനികരായ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്താണ് ദൈവം അവർക്ക് കൊടുത്തിരുന്ന കഴിവുകളിൽ ഒന്നെന്നറിയാമോ? ധാരാളം പണം. ജനിക്കുമ്പോൾ അവർ അധ്വാനിച്ചതല്ല, മാതാപിതാക്കളിലൂടെയോ പാരമ്പര്യമായിട്ടോ കുടുംബമായിട്ടോ ഒക്കെ ലഭിച്ച പണമായിരിക്കാം. ഈ പണം എന്തിനു ഉപയോഗിക്കണം എന്നറിയാമോ? മറ്റുള്ളവർക്ക്, സമൂഹത്തിലുള്ളവർക്ക് സഹായം ചെയ്യുവാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ലഭിച്ചതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇനി പാടാൻ കഴിയുന്നവർ പാടണം. അത് കേട്ട് ആശ്വാസവും കുളിർമയും പ്രാപിക്കട്ടെ. ഈ നല്ല വാക്കുകൾ, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ കഴിയുന്നവർ അത് ചെയ്യണം. നമ്മളുടെ ചില അധ്യാപകരെയൊക്കെ നമ്മളുടെ ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. അവരൊക്കെ പഠിപ്പിച്ചത്, അവരുടെ ആ നല്ല അതീവ താല്പര്യത്തോടെ നമ്മളെ പഠിപ്പിച്ചത്, വളരെ സമർപ്പണത്തോടെ നമ്മുടെ ബുദ്ധിയിലേക്ക് അറിവൊക്കെ പകർന്നു തന്നതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ വളരെ നന്ദിയോടെ അവരെ ഓർക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മെ സഹായിച്ച പലരുണ്ട്. ഇതിലെല്ലാം ഉപരി നമ്മെ സഹായിച്ച ഒരു ദൈവമുണ്ട്. ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ചില കഴിവുകളെ ഉൾപ്പെടുത്തിയാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. ആ ദൈവത്തിന് നാം നന്ദി പറയാൻ മറക്കരുത്. ഇനി നല്ല ശബ്ദത്തോടും നാവിനോടും കൂടെ നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ അതേ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ
അത് ഒഴിവാക്കേണ്ടതല്ലേ? വേദപുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, ഒരു വാക്യം ഇങ്ങനെയാണ്: നാവിനെ കടിഞ്ഞാണിട്ട് കാക്കണം. അതേപോലെ കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും വേണം. ഇനി മുറിപ്പെടുത്തുന്ന വാക്കുകളെ ഉപയോഗിക്കുമ്പോൾ ആ നാവിനെ കുറിച്ച് പറയുന്നത് നാവ് ഒരു തീയാണ് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഒരു ചെറിയ തീയ് ഒരു കാടിനെ കത്തിക്കാൻ കഴിയുന്നു എന്നതുപോലെ നമ്മുടെ നാവിനെ വലിയ കാട് കത്തിക്കുന്ന, നാശം വിതയ്ക്കുന്ന, വേദന ഉണ്ടാക്കുന്ന, സന്തോഷം കെടുത്തിക്കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കരുത്. വളരെ സൂക്ഷിക്കണം. ദൈവം തന്ന കഴിവുകൾ ഏതാണവോ അത് ഉപകാരപ്രദമാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നന്ദി പറയാം ദൈവത്തോട്. ദൈവമേ, ലഭിച്ച കഴിവുകൾ ഇനിയും എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ, ഞാൻ അനേകർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ആ അനുഗ്രഹം പ്രാപിച്ച് അനേകർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.